വനിതാ ദിനത്തിൽ വനിതാ ഡോക്ടർമാർക്ക് ആദരമൊരുക്കി തലശ്ശേരി PK ഐ കെയർ ഹോസ്പിറ്റൽ സാഹിത്യകാരിയെയും വനിതാ SIയെയും ആദരിക്കുകയും ചെയ്തു. തലശ്ശേരി PK ഐ കെയർ ഹോസ്പിറ്റൽ അഡ്മിൻ മാനേജർ അലി നാനാർത്ത് വനിതാ ഡോക്ടർമാരെ ആദരിച്ചു. ഡോക്ടർ സിമി മനോജ് കുമാർ, ഡോക്ടർ ജസീന, ഡോക്ടർ P അനശ്വര എന്നിവരെയാണ് ഡോക്ടർമാരുടെ പരിശോധനാ മുറിയിലെത്തി ആദരിച്ചത്. ആദര സമ്മേളനവും തുടർന്ന് നടന്നു. വനിതാ എഴുത്തുകാരി ഡോക്ടർ S ഷബ്ന, തലശ്ശേരി SI ദീപ്തി എന്നിവരെ ആദരിച്ചു. ചടങ്ങിൽ അലി നാനാർത്ത് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സിമി മനോജ് കുമാർ, ഡോക്ടർ ജസീന, ഡോക്ടർ അനശ്വര, ഡോക്ടർ ഷബീർ എന്നിവർ സംസാരിച്ചു. ജനറൽ മാനേജർ ദീപക് മേനോൻ സ്വാഗതവും നിധിന നന്ദിയും പറഞ്ഞു. SI ദീപ്തി, S ഷബ്ന എന്നിവർ മറുപടി പ്രസംഗം നടത്തി. എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടെയാണ്. കണ്ടപ്പോൾ വളരെ സന്തോഷം. ആദ്യമായിട്ട് ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് എന്നെ തിരിച്ചറിഞ്ഞതിന് വനിതാ ദിനത്തിന് ഇങ്ങനെയൊരു നല്ലൊരു വേദി എനിക്ക് സമ്മാനിച്ചതിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. വനിതാ ദിനത്തെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് സംസാരിക്കാനുണ്ട്. ദിവസം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കാൻ മാത്രം വിഷയങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. എന്നാലും ഒന്ന് രണ്ട് അനുഭവങ്ങൾ മാത്രം പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. തിരക്ക് പിടിച്ച അന്തരീക്ഷവും തിരക്ക് പിടിച്ച ചുറ്റുപാടൊക്കെ ആണല്ലോ. അപ്പോൾ രണ്ട് അനുഭവങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഈ അടുത്തായിട്ട് ഞങ്ങളൊരു എഴുത്തുകാരുടെ, ഞാൻ എഴുതൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് എഴുത്തുകാരുടെ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കുകയുണ്ടായി. അപ്പം ആ കൂട്ടായ്മ സംഘടിപ്പിച്ചത് വീട്ടമ്മമാരായ സ്ത്രീകളായ എഴുത്തുകാർക്ക് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മ എന്ന നിലയിലാണ് മെയിനായിട്ട് അത് സംഘടിപ്പിച്ചത്. സ്ത്രീകളായിട്ട് വീട്ടമ്മമാരായിട്ട് എഴുതി തുടങ്ങുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു വർക്ക്ഷോപ്പ് പോലെ ആ രീതിയിലാണ് സംഘടിപ്പിച്ചത്. അപ്പൊ അന്ന് അവിടെ വന്നവര്, ഞങ്ങള് സാഹിത്യ എഴുത്തൊക്കെ ചർച്ച ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അവർക്ക് ചർച്ച ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്ന, വന്നവർക്ക് ചർച്ച ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്ന വിഷയം അവരുടെ അനുഭവങ്ങളും ജീവിത ചുറ്റുപാടും ഒക്കെയാണ്. അപ്പൊ അതിലുള്ള ഒരു സ്ത്രീ, ഒരു 10-35 വയസ്സായ എന്റെയൊക്കെ പ്രായമുള്ള ഒരു സ്ത്രീ ആയിരിക്കും, 2 കുട്ടികളുടെ അമ്മയാണ്. അവര് പറഞ്ഞൊരു അനുഭവമൊക്കെ കേട്ടപ്പം വളരെ വിഷമം തോന്നി. കാരണം വെച്ചാൽ എഴുതാനും വായിക്കാനൊക്കെ ഒരുപാട് താല്പര്യമുള്ള ഒരു കുട്ടിയായിരുന്നു, നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയായിരുന്നു. സ്വാഭാവികമായിട്ടും പല പെൺകുട്ടികൾക്ക് സംഭവിക്കുന്ന പോലെ നേരത്തെ കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞ് വളരെ 2 പ്രസവം ഉണ്ടായി. പഠനത്തെ കുറിച്ചോ ജോലിയെ കുറിച്ചോ ഒന്നും ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം ആയിരുന്നില്ല. എങ്കിലും അവർക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പാഷൻ എന്ന് വെച്ചാൽ എഴുത്തും വായനയൊക്കെ ആയിരുന്നു. അത്യാവശ്യം കഥകളും കവിതകളൊക്കെ പഠിക്കുന്ന കാലത്ത് എഴുതി തുടങ്ങിയ ഒരാളായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഭർത്താവിന്റെ വീട്ടുകാർക്കൊക്കെ എഴുതി വായനൊന്നും തീരെ ഇഷ്ടമല്ല. പുസ്തകങ്ങളൊക്കെ അവരുടെ ലോകത്ത് നിന്ന് മാറി. പേപ്പറും പേനയും കണ്ടാൽ തന്നെ കലി വരുന്ന ഒരു ഭർത്താവായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്.